we'll be exploring the hot press method of creating virgin coconut oil. Join us as we dive into the process and benefits of this amazing natural product. By the end of this video, you'll have all the knowledge for making your own authentic Kerala-style virgin coconut oil at home. So sit back, relax, let's get started. ഉരുക്കി വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്താണ് നമുക്കറിയാം. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ അത് പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും പലരും അത് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പാകം തെറ്റിപ്പോകാറാണ് പതിവ്. ആയുർവേദ വിധി പ്രകാരം തെറ്റായ പാകത്തിലുള്ള എണ്ണ ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാളെ ദോഷമാണ് ചെയ്യുക, പ്രത്യേകിച്ചും കുട്ടികളിൽ. വീട്ടാവശ്യത്തിനോ ചെറുകിട വ്യവസായം എന്ന നിലയിലൊക്കെ ഇത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു വീഡിയോ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ഉപയോഗിക്കുന്ന തേങ്ങയുടെ ഗുണം വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ നാടൻ തേങ്ങയാണ് ഉത്തമം. നല്ല വെള്ളമുള്ള ഉൾക്കാമ്പുള്ള പഴുത്ത തേങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കുക. വീട്ടാവശ്യത്തിനായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു തവണ ഈ പാല് പിഴിഞ്ഞെടുത്താൽ മതിയാകും. തേങ്ങാപ്പീര മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കൂടുതൽ എണ്ണ വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ പൂർണ്ണമായും പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ തേങ്ങാപ്പാൽ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടെ 2 മിനിറ്റ് സിമ്മിലേക്ക് ഫ്ലെയിം താഴ്ത്താനും മറക്കരുത്. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓട്ടുരുളി അഥവാ ബ്രാസിൻ്റെ ഉരുളിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇളം ഗോൾഡൻ യെല്ലോ കളറാണ് ശരിക്കും പാകമായ എണ്ണയുടെ നിറം. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറി മഞ്ഞയും പിന്നെ ബ്രൗണും ഒക്കെയായി മാറും. എണ്ണ തിരിഞ്ഞ് നേർത്ത കളറാകുമ്പോഴേക്കും അടുപ്പ് ഓഫാക്കുക. ബാക്കി ഉരുളിയുടെ ചൂട് കൊണ്ട് തന്നെ ശരിയായിക്കോളും.
ഇതിൽ നിന്നും ഉണ്ടാകുന്ന കൽക്കം അഥവാ റെസിഡ്യൂവിന് ആറ്റുമണലിന്റെ കളറും സ്വഭാവവും ഉണ്ടായിത്തീരുന്നതും എണ്ണ പാകമായി എന്നതിന്റെ തെളിവാണ്.